വായനാമുറിയിൽ ഇന്ന് വായിച്ചു കേൾപ്പിക്കുന്നത് റിസാല വാരിക 1203 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച ഫൈസൽ ഹസനി ഉളിയിലിന്റെ ഉമ്മയുടെ നമ്പറിൽ വിളിച്ച് സ്വർഗം ബുക്ക് ചെയ്യൂ എന്ന ലേഖനമാണ്. കുഴക്കുന്ന ഒരു ചോദ്യം കൊണ്ടാവാം തുടക്കം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായ സന്ദർഭമേതാണ്? നാളിനോളമുള്ള ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ദുഃഖിച്ച അവസരമേതാണ്? നിങ്ങൾ നിങ്ങളുടേതായ ഉത്തരങ്ങളിലേക്ക് ആഴത്തിൽ കൂപ്പുകുത്തുന്നതിനിടെ കൗതുകകരമെന്ന് തോന്നുന്ന ഒരു ഉത്തരം ഞാൻ പറയാം. നാളത്തേതെന്തെന്നും എങ്ങനെയെന്നും പറയാനാകില്ല. നാളിന്നു വരെയുള്ള ജീവിതത്തിൽ ഞാൻ ഏറ്റവും ദുഃഖിച്ചത് ഏത് ദിവസമാണോ അതേ ദിവസം തന്നെയായിരുന്നു ഏറ്റവും സന്തോഷിച്ചത്. ഏറ്റവും സന്തോഷവും ഏറ്റവും ദുഃഖവും ഒരു ദിവസം? അതെ, പറയാം. ഉമ്മയോട് കൂടെ പെരുന്നാൾ ആഘോഷിച്ച് ഇന്നലെ ഇങ്ങ് വന്നതേയുള്ളൂ. ഇന്ന് ഫോൺ വരുന്നു, ഉമ്മക്ക് തീരെ വയ്യെന്ന്. ഓടിക്കിതച്ച് എത്തി നോക്കുമ്പോൾ ഉമ്മ കണ്ണുപൂട്ടി ബോധമറ്റ് കിടക്കുന്നു. അന്ന് തന്നെ ആശുപത്രി ഒന്നല്ല രണ്ടെണ്ണം മാറ്റി. തീവ്രപരിചരണത്തിന്റെ ശീതകാരാഗ്രഹത്തിൽ വായിലും മൂക്കിലും ശരീരത്തിലാകമാനം വയറും പൈപ്പും ട്യൂബുകളുമായി പ്രതികരിക്കാതെ കിടക്കുന്ന ഉമ്മയെ കണ്ട് കരള് കരിഞ്ഞു നിൽക്കുകയാണ് ഞാൻ. 3-ാം ദിവസമാണ് എന്തെങ്കിലും പറയാനാവുക എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കനൽക്കട്ട ഊമ്പിക്കുടിച്ച് 10,000 കോടി മൈക്രോ സെക്കൻഡുകൾ തള്ളി നീക്കി ആ ദിവസം പുലർന്നു. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, പേഷ്യന്റിന്റെ ഹാർട്ട് ബീറ്റ് ഡൗൺ ആകുന്നുണ്ട്, വെന്റിലേറ്റർ ഘടിപ്പിക്കണം, സമ്മതം തരണം, അല്പം സീരിയസ് ആണ്. എനിക്ക് അപകടകരമായ ഒരറിവ് കിട്ടി. ഞങ്ങളെ 6 മക്കളെ നൊന്തുപറ്റ് ജീവിതത്തിൽ ഒട്ടനവധി കഷ്ടപ്പാടുകൾ സഹിച്ചിറക്കി ഇപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി മാത്രമായി ജീവിക്കുന്ന, നെഞ്ചിൽ അപ്പോഴും എന്റെ മക്കൾ എന്ന തീ ആളിച്ച് ജീവിക്കുന്ന ഉമ്മ ഇതാ വിട പറയുകയാണ്. ഞാൻ ബന്ധുമിത്രാദികളെയെല്ലാം ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തി. ഞാൻ ICUവിലേക്ക് പാളിച്ചെന്ന് നോക്കുമ്പോഴുണ്ട് അണയുന്ന ജീവനാളത്തെ പൊത്തിപ്പിടിക്കാനായി ഡോക്ടർമാരും നഴ്സുമാരും വെപ്രാളപ്പെട്ട് പരക്കം പായുന്നു. എന്റെ ആത്മാവിന്റെ കോശങ്ങളിലൂടെ 10,000 ആംബുലൻസുകൾ സൈറൻ മുഴക്കിയോടി. എന്റെ കൺപോളകൾക്ക് കീഴെ കണ്ണുനീരിന്റെ 14 കടലുകൾ ഘനീഭവിച്ചു വന്നു. 4 നാൾ മുമ്പ് വരെ എന്നോട് എന്തെങ്കിലുമൊക്കെയായി മിണ്ടിപ്പറഞ്ഞ, എനിക്കായി എത്രയോ രാത്രികളിൽ ഉറക്കമിളച്ച, പനി പിടിച്ചു കിടന്ന എന്നെ പാതിരാക്ക് തോളിലിട്ട് ആശുപത്രിയിലേക്ക് വെച്ചോടിയ, എന്റെ വേരും ചില്ലയും എന്റെ ഇലയും കായും എല്ലാം പടർന്നു കയറിയ എന്റെ ഉമ്മ എന്നോടൊന്നും മിണ്ടാതെ കിടക്കുന്നു. ഏതു സമയത്തും ഉള്ളുപൊള്ളിക്കുന്ന ഒരു വാർത്ത കേൾക്കാൻ വിധിക്കപ്പെട്ടുകൊണ്ടുള്ള ആ കാത്തിരിപ്പിനേക്കാൾ സങ്കടകരമായി ഇനി വേറെന്തുണ്ടാകാനാണ്? ഞാൻ അന്ന് സന്ധ്യക്ക് മുമ്പായി അതോവഴികളിലൂടെ ഡോക്ടറുടെ ചേംബറിൽ എത്തിച്ചേരുകയും ഉപായവർത്തമാനങ്ങളിലൂടെയും മാസ്മരിക ഭാവങ്ങളിലൂടെയും അനുഗ്രഹത്തിന്റെ ഹൃദയവലയം തള്ളിത്തുറക്കുകയും ചെയ്തു. പെയ്യാൻ കാത്തിരുന്ന പേമാരിയെയും കണ്ണിലേറ്റിക്കൊണ്ടു നിന്ന എന്നോട് ഡോക്ടർ ഉള്ളു തുറന്ന് സംസാരിച്ചു. ഇല്ല, പ്രശ്നമില്ല, അത്യാസന്ന നില തരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. 2 ആഴ്ച കൊണ്ട് നോർമലാകും. ഇരുട്ട് കട്ട കുത്തിയ എന്റെ ഹൃദയത്തിൽ 1000 സ്വർണ്ണ സൂര്യന്മാർ ഒന്നിച്ചു ചിരിച്ചു. ഉമ്മ ജീവിച്ചിരിക്കുന്നവരെ ഉറപ്പ്. ഉള്ളപ്പോൾ അവരുടെ വില നമുക്കറിയില്ല. നമുക്കവരെ ഉള്ളിന്റെ ഉള്ളിൽ പെരുത്തിഷ്ടമായിരിക്കുമെങ്കിലും നമ്മുടെ പുറം പ്രകടനങ്ങളിൽ ആ ഇഷ്ടത്തിന്റെ നനവ് പടർന്നിരിക്കണമെന്നില്ല. ചിലപ്പോൾ ആട്ടായും തുപ്പായും പുച്ഛമായും പരിഹാസമായും അത് രൂപമാറ്റം വന്നെന്ന് വരാം. ഉറപ്പ്. ആരുടെ കുടൽക്കുഴമ്പാണോ 10 മാസം നാം ഊറ്റിക്കുടിച്ചത്? ആരുടെ സ്തനാമൃതമാണോ 2 കൊല്ലം നാം ചപ്പിക്കുടിച്ചത്? ആരുടെ ഉറയും കിടപ്പുമാണോ കാലങ്ങളോളം നാം ചോർത്തിയെടുത്തത്? അങ്ങനെയുള്ള ഒരു പച്ചപ്പാവം നമ്മുടെ ഉമ്മ ഇതാ എന്നേക്കുമായി നമ്മോട് വിട പറയുന്നു എന്നൊരു ഘട്ടം വന്നാൽ അപ്പോൾ അറിയാം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ആഘാതത്തിന്റെ ആഴം. ഡോക്ടർ പറഞ്ഞതിലുപരിയായി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഉമ്മ ICU വിട്ട് റൂമിലെത്തി. ബോധം തെളിഞ്ഞ് സംസാരിക്കാറായപ്പോൾ കൂടെ നിന്ന മക്കളോട് ഉമ്മ ആദ്യം ചോദിച്ചത്, നിങ്ങളൊക്കെ വല്ലതും കഴിച്ചോ മക്കളെ എന്നാണ്. അതാണ് മക്കളെ ഉമ്മ. ചെറുപ്പത്തിൽ നാട് വിട്ട് കാലങ്ങൾക്ക് ശേഷം ഒരു നട്ടപ്പാതിരക്ക് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ പുറത്ത് ഉമ്മ ചോറ് വിളമ്പി വിളക്ക് വെച്ച് കാത്തിരിക്കുന്ന ഉമ്മയുടെ കഥ പറയുന്നുണ്ട് ബഷീർ. ഈയിടെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ട് കണ്ണ് നനഞ്ഞുപോയി. പെരുന്നാൾ ദിവസം പ്രവാസി സുഹൃത്ത് വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നു. പെങ്ങന്മാരും മരുമക്കളും ഫോണിൽ സദ്യസൽക്കാരങ്ങളുടെ കളറ് തേച്ച ഗോസിപ്പുകൾ അടിച്ചുവിടുന്നു. അത്യാവശ്യം കൊടുത്തയക്കേണ്ട ഗൾഫ് സാമാനങ്ങളുടെ പട്ടിക നിരത്തുന്നു. ഒടുക്കം ഫോൺ കയ്യിൽ കിട്ടിയ ഉമ്മ, നീ വല്ലതും കഴിച്ച മോനെ എന്ന് ചോദിച്ചുകൊണ്ട് തൊണ്ടയിടറുന്നു. നീയില്ലാതെ എന്ത് പെരുന്നാളെന്ന് ചോദിച്ച് വിങ്ങിപ്പൊട്ടുന്നു. ഇതാണ് മക്കളെ ഉമ്മ. സ്വർഗം വേണോ? ചെന്നോ ആ കാൽക്കീഴിലേക്ക്. ഓർമ്മ വേണം, നിങ്ങൾ ഉണ്ടായിരിക്കെ ആ കണ്ണ് എന്നെങ്കിലും നനഞ്ഞുവോ, ആ കാലിൽ മുള്ളു തറച്ചുവോ, എങ്കിൽ അവിടെയാണ് നരകവും. 1-ാമതും 2-ാമതും 3-ാമതും കടപ്പെട്ട് കിടക്കുന്ന ആ ഉമ്മയുടെ നമ്പറിൽ വിളിച്ച് ഇപ്പോ തന്നെ സ്വർഗം ബുക്ക് ചെയ്യൂ.